നമസ്കാരം രാജഗോപാലൻ സാർ. സാർ, യുദ്ധം നമസ്കാരം. നമസ്കാരം. കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണല്ലോ. ഇറാൻ സമ്പൂർണമായിട്ടുള്ള തകർച്ചയിലേക്കാണോ നീങ്ങുന്നത്? തീർച്ചയായിട്ടും ട്രംപിന്റെ വാക്കുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്ന വാക്കുകളെ ശ്രദ്ധിച്ചു നോക്കുക. നാളെ ചൊവ്വാഴ്ചക്കിപ്പുറം ഈ ഹോർമുലൊക്കെ തുറന്നില്ലെന്നുണ്ടെങ്കിൽ സമ്പൂർണ്ണ നാശം, ഇറാന്റെ സമ്പൂർണ്ണ നാശമായിരിക്കും. നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് കേട്ടോ, ശിലായുഗത്തിലേക്ക് അവരെ മടക്കി വിടുമെന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്ന അപരിഷ്കൃതമായ യുഗത്തിലേക്ക് അവരെ പറഞ്ഞു വിടുമെന്നാണ്. അപ്പൊ നാളത്തെ ദിവസത്തിന് മറ്റൊരു പേരൂടെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര് അതിനെ ബ്രിഡ്ജ് പാലങ്ങളുടെ ബ്രിഡ്ജസ് ഡേ എന്നാണ് കൊടുക്കുന്നത്. പാലങ്ങളുടെ ദിവസവും അതേപോലെ തന്നെ പവർ പ്ലാന്റിന്റെ ദിവസവും. പവർ പ്ലാന്റുകളും പാലങ്ങളും ഇറാനിലെ ഇത് രണ്ടും ഞാൻ തകർക്കും. ഇതിന് വിശേഷിപ്പം തന്നെ അങ്ങനെയാണ് വന്നത്, പവർ പ്ലാന്റ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡേ എന്നാണ്. ഇത് രണ്ടും കാരണം ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യമാണല്ലോ, അതാണ് ശിലായുഗം എന്ന് പറയുന്നത്. യുഗത്തിലേക്ക് ഇറാനെ തള്ളിവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളവും വെളിച്ചവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വിടുക. അങ്ങനെയായിരുന്നല്ലോ നമ്മൾ പഴയ പേർഷ്യ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഇറാൻ എന്ന് പറയുന്നത്. പണ്ട് ഇപ്പൊ ഗൾഫിൽ പോകുന്നത് പോലെ പണ്ട് അതെ അതെ അതെ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേ അവരുടെ പേർഷ്യയിൽ എണ്ണ കണ്ടെത്തുന്നതിന് മുമ്പ് 1940-കളിലെ അല്ലെ 50-കളിലെയൊക്കെ എന്തായിരുന്ന അവസ്ഥ? 60-കളോടുകൂടിയാണ് എണ്ണയുടെ എക്സ്പ്ലോറേഷൻ അവിടെ കണ്ടെത്താൻ തുടങ്ങുന്നത്. 50-കളിലെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിലെ ഒട്ടകത്തിനോടൊപ്പം ജീവിച്ചിരുന്ന ഒരു പ്രാകൃത സമൂഹം. അവിടെ അത്യാധുനിക നഗരങ്ങളില്ല, സൗകര്യങ്ങളില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, അങ്ങനെയൊക്കെ എന്തോ മരുഭൂമിയിലെ ഇത്തരം കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അത്തരം ഒരു അവസ്ഥയിലേക്ക് അവിടുന്ന് എണ്ണയുടെ സമൃദ്ധിയാണ് അത് പേർഷ്യയാക്കി മാറ്റിയെടുത്തതും ലോകരാജ്യങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയതും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് പേർഷ്യൻ സമ്പത്ത് തേടി നമ്മൾ പോയതും അതുകൊണ്ടാണ്. അപ്പൊ അത് തന്നെയല്ല അടിസ്ഥാനമായിട്ട് അവിടെ ആദ്യമായിട്ട് വൈദ്യുതി എത്തിയിരിക്കുന്നു, വൈദ്യുതി ലൈൻ എത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ ഊർജം, പവറിന് വേണ്ടിയിട്ടുള്ള മറ്റ് സോഴ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നു. അതുപോലെ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് കടൽ വെള്ളം ശുദ്ധീകരിക്കുകയാണ്. കടൽ വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളാണ് അവിടെ ഉള്ളത്. അതാണ് അതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് ഇൻഫ്രാസ്ട്രക്ചറുകൾ വരുന്നു, പാലങ്ങൾ വരുന്നു, കെട്ടിടുന്നു, ആശുപത്രികൾ വരുന്നു, സൗകര്യങ്ങളും. അങ്ങനെയാണ് ഇത് ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായിട്ട് മാറുന്നത്. പിന്നെ അതേപോലെ അവരുടെ അവരുടെ വലിയ എണ്ണ സമ്പത്താണ് ഉണ്ട്. അവരുടെ കാർക്ക് ഐലൻഡിലെ അവരുടെ എണ്ണ സമ്പത്തിന്റെ 90% അത് ലോകത്തിന്റെ 1/3 എണ്ണ അവരുടേതാണ്, ഇറാന്റേതാണ്. അമേരിക്ക ആക്രമിച്ചത് എന്തുകൊണ്ടാണ് അവർക്കറിയാം. കാർക്ക് ഐലൻഡ് അത് അമേരിക്കൻ കനേഡിയൻ എഞ്ചിനീയേഴ്സ് ആണ് അത് ചെയ്തിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്തിരിക്കുന്നത് അവരാണ് അന്ന് കാലത്ത്. കാരണം ഇത്തരം ഈ ടെക്നിക്കൽ സൗകര്യങ്ങളുള്ളത് അമേരിക്കൻ വിദേശ രാജ്യങ്ങൾക്കാണ്, അവരാണ് ചെയ്തത്. അപ്പൊ അവർക്കറിയാം അതിന്റെ സ്റ്റോറേജ്, അതിന്റെ കപ്പാസിറ്റി, അതിവിടുത്തെ പവർ, അതിന്റെ ശേഷി എന്താണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് കാർഗിനെ ഇതുവരെ ആക്രമിക്കാത്തതും. അതിന്റെ പുറത്തുള്ള നെറ്റ്വർക്കുകളെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ. ഇതിനകത്തിലിരിക്കുന്ന കോടാനുകോടി ഡോളർ വില വരുന്ന എണ്ണയെ തൊട്ടിട്ടില്ല. അവർക്കറിയാം അതിന്റെ ശേഖരം എന്താണെന്നുള്ളത്. അപ്പൊ കാർഗ് പിടിച്ചെടുക്കുകയാണേ പറയുന്നുള്ളൂ, ആക്രമിച്ചില്ലാതാക്കി കളയുമെന്നല്ല ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ അദ്ദേഹം ആകെ നിരാശനാണ് കേട്ടോ. ഇന്നിപ്പോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ നമുക്ക് പറയാൻ കൊള്ളത്തില്ല, ചാനലിൽ പറയാൻ കൊള്ളാത്തൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഹോർമൂസ് കടലിടുക്കിനെ വിശേഷിപ്പിച്ചപ്പോഴേ അസഭ്യമാണ്. നമ്മൾ പറഞ്ഞില്ല, സഭ്യമല്ലാത്തൊരു വാക്കായിട്ട്. നിങ്ങള് അതിൽ ഇംഗ്ലീഷ് വെർഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് സഭ്യമല്ലാത്തൊരു വാക്കാണ് അവിടെ ട്രംപ് ഉപയോഗിച്ചത്. അപ്പൊ അത്ര നിരാശയാണ്. പൊതുവെ പ്രവൃത്തി ഒന്നും പറയുന്നത് വേറെയുമല്ലേ പൊതുവെ. അങ്ങനെ ഒരു മാനസികാവസ്ഥയാണ്. ഇപ്പൊ നമ്മുടെ തന്നെ ഇന്ത്യയുടെ യുദ്ധം, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് ഞാനാണെന്ന് എത്രയോ തവണ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പറഞ്ഞു ഇദ്ദേഹത്തിന് യാതൊരു പങ്കുമില്ല, അത് ഇന്ത്യയുടെ റോളാണ്, നമ്മളാണ് ചെയ്തത്, നമുക്കറിയാം എന്താണ്, നമ്മളത് 6 ദിവസം കൊണ്ട് അത് അവസാനിപ്പിച്ച് എങ്ങനെയാണെന്നുള്ളത്, നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി എന്താണെന്നുള്ളത് പാകിസ്ഥാന്റെ ആളുകൾ വരെ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാൻ സൈനിക മേധാവികൾ പറഞ്ഞിട്ടുണ്ട്. 2ാമത്തെ ദിവസം അല്ലെ പാകിസ്ഥാനിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞില്ലേ, പാകിസ്ഥാനിൽ 3 സൂര്യൻ ഉദിച്ചു പാതിരാത്രിക്ക് എന്നാണ് പറഞ്ഞത്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ, കറാച്ചി അടക്കമുള്ള 3 പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലും അവരുടെ വിമാനത്താവളങ്ങളിലൊക്കെ 3 സൂര്യൻ പാതിരാത്രിക്ക് ഉദിച്ചു. അതാണ് നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന്റെ ശക്തി. കത്തിച്ചു കളഞ്ഞു നമ്മള് അല്ലെ, അവരുടെ എല്ലാ സംവിധാനങ്ങളും. അദ്ദേഹം പറഞ്ഞു പാക് ആഭ്യന്തരമന്ത്രി കൊല്ലപ്പെട്ടേനെ ഞാൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും പറഞ്ഞു. ഇല്ലെങ്കിൽ അവരൊക്കെ ബങ്കറിലായിരുന്നു. ഈ പാകിസ്ഥാനിൽ ജീവിച്ചിട്ട് അവരെ സൈനിക മേധാവികളെയും മറ്റു ശാസ്ത്രജ്ഞന്മാരെയും ഇപ്പൊ ഈ അമേരിക്ക ചെയ്യുന്ന പോലെ ചെയ്തില്ല.
അവരൊക്കെ അന്ന് രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു നന്മയെന്ന് മാത്രം കരുതിയാൽ മതി. അത് ട്രംപ് പറയുന്നുണ്ട് കേട്ടോ. അവരുടെ ഇന്ത്യയുടെ ഒരു മനസ്സുകൊണ്ടാണ് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടത്. ഇവരൊക്കെ ബങ്കറുകളായിരുന്നല്ലോ. അവർ തന്നെ പറഞ്ഞില്ലേ, സൈനിക മേധാവി തന്നെ പറഞ്ഞില്ലേ, പ്രസിഡന്റ് അടക്കമുള്ളവരെ ഞങ്ങൾ ബങ്കറിലേക്ക് മാറ്റി. കാരണം ഇന്ത്യയുടെ പ്രഹരശേഷിയെ കുറിച്ച് നമുക്കെല്ലാം ബോധ്യമുണ്ടായിരുന്നു. അത് തന്നെയാണ് ട്രംപും പറഞ്ഞത്. പക്ഷേ ട്രംപിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ യുദ്ധം വന്ന് കണ്ട രണ്ട് ആളുകളെ ഉള്ളൂ. ഓപ്പറേഷൻ സിന്ദൂർ കണ്ടത് ഒന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി കണ്ടിരുന്നു. പിന്നെ പെന്റഗണിന്റെ അമേരിക്ക സൈനിക മേധാവിത്വമായ പെന്റഗണിന്റെ ആസ്ഥാനത്തിരുന്ന് ഞാൻ കണ്ടിരുന്നു എന്നാണ് ഈ ട്രംപ് പറയുന്നത്. അപ്പൊ ഞാനാണ് തന്നെ നിയന്ത്രിച്ചത്, ഞാനാണ് യുദ്ധം അവസാനിപ്പിച്ചത്, അതുകൊണ്ട് എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണം. അത്രേ ഉള്ളായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. ലോകത്ത് ഒരുപാട് യുദ്ധങ്ങൾ അവസാനം ഇപ്പോഴങ്ങനെ തന്നെയാണ് പറയുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം ഞാൻ വേണേ നിർത്താം, അതേപോലെ തന്നെ ഈ യുദ്ധവും ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധവും ഞാൻ നിർത്തുന്ന, എനിക്ക് സമാധാനത്തിനുള്ളതെന്നാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥിരമായ ഒരു പ്രസ്താവനകളാണ്, കൺസിസ്റ്റൻസി ഇല്ല. അതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രസ്താവനകൾ. പക്ഷെ ഇന്നത് രൂക്ഷമാണ്, അതിരൂക്ഷമാണ്. നിങ്ങളത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഹോർമോസ് തുറന്നില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സമ്മർദ്ദങ്ങളാണ്. ഇപ്പൊ അമേരിക്കയെ നേരിട്ടടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ അകലെ കിടക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് അമേരിക്കയെ നേരിട്ടടിക്കാൻ പറ്റാത്തത് അവര് ചെയ്യുന്ന തന്ത്രം എന്താണ്? ചുറ്റുവട്ടത്ത് കിടക്കുന്ന അമേരിക്കൻ സൈനിക താവളങ്ങളെ, അമേരിക്കയെ സഹായിക്കുന്ന രാജ്യങ്ങളെ. ഇപ്പൊ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അവരിപ്പൊ എണ്ണ കൊണ്ടും പ്രകൃതി വാതകങ്ങൾ കൊണ്ടും സമ്പത്തുള്ള രാജ്യങ്ങളാണ്. ഖത്തറിന്റെ അവസാനം കണ്ടില്ലേ, ലോകത്തെ LPG-യിലെ 40% വരുന്ന രാജ്യമാണ്. നമ്മൾ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ LPG വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ ഉക്രൈൻ, റഷ്യ ഉക്രൈൻ ആ സ്ഥലത്തു നിന്നാണ് വാങ്ങിക്കുന്നത്. പക്ഷെ റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുന്നത് കൊണ്ട് നമ്മുടെ കപ്പലുകൾക്ക് പല സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്തത് കൊണ്ടും, പിന്നെ റഷ്യൻ എണ്ണയുടെ കാര്യത്തില് അമേരിക്ക ചില നിബന്ധനകളൊക്കെ വെച്ചത് കൊണ്ടും, ഇത് ഹോർമൂസ് വഴി വരേണ്ടത് കൊണ്ടും നമ്മൾ ഖത്തറിൽ നിന്ന് ഉപയോഗിച്ചിരുന്നു. ഖത്തറിന്റെ LPG ആണ്. നമ്മുടെ ഇപ്പൊ തന്നെ വന്ന ടാങ്കറുകൾ കണ്ടില്ലേ, നമ്മുടെ ഏതാണ്ട് 22ഓളം ടാങ്കറുകൾ ഹോർമൂസിൽ കടന്നതിൽ 4-5 എണ്ണമാണ് കയറി വന്നിരിക്കുന്നത്. ഇപ്പൊ ഇന്നലെ ഒരെണ്ണം കയറി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് കൊണ്ടുവരുന്നതിന് നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കാം. ഖത്തർ ഇതിന്റെ ഒരു വലിയ സോഴ്സാണ്. അതുപോലെയാണ് ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന്റെ കാര്യം ഇതുകൊണ്ട് തന്നെയാണ്. അവരുടെ എണ്ണയും പ്രകൃതി വാതകത്തിനെയും ഒക്കെ സംരക്ഷണം വേണം. അവരെ കൊണ്ട് അതിനുള്ള സൈനിക ശേഷിയില്ല. ഇപ്പൊ UAE-ക്കാണെങ്കിലും മറ്റു രാജ്യങ്ങളും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കൊന്നും അവർക്ക് സ്വന്തമായിട്ട് സൈന്യമോ സൈനിക ശേഷിയോ ഇല്ല. അവരെല്ലാം അമേരിക്കയുടെ സംരക്ഷണത്തിലാണ് കഴിയുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ, അതെ അമേരിക്കയുടെ പാവളായിട്ടാണ്. കാരണം അതുങ്ങൾക്ക് സമ്പത്തുണ്ട്. നമ്മൾ പറയത്തില്ല, വീടിന് കാവലിന് വേണ്ടിയിട്ട് വലിയ ശേഷിയുള്ള നായ്ക്കളെയൊക്കെ മേടിച്ച് കെട്ടുക എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. അപ്പൊ അവര് വിചാരിച്ചിരുന്നത് സുരക്ഷിതമാണ്, അമേരിക്കയുടെ കാവലുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊന്നും പേടിക്കണ്ട എന്ന് വിചാരിച്ചാണ് ഇതുവരെ ആ പാവം രാജ്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. സമ്പത്തുമുണ്ട്, ഇഷ്ടം പോലെ സമ്പത്തുമുണ്ട്. പക്ഷേ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന എന്താണ്? തൊട്ടടുത്ത് കിടക്കാണ് ഇറാൻ അടുത്ത് കിടക്കുകയാണ്. അപ്പൊ അമേരിക്ക ആക്രമിക്കാൻ വയ്യാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? ഈ രാജ്യങ്ങളിലേക്കാണ് ആക്രമണം പോയിരിക്കുന്നത്. ഇപ്പൊ കുവൈറ്റ് വിമാനത്താവളം നമ്മൾ കണ്ടില്ലേ, മലയാളികൾ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യങ്ങളിലേക്കാണ് അവരുടെ ആക്രമണം. സൗദി, കുവൈറ്റിനെയൊക്കെയാണ്, ബഹറിനെയൊക്കെയാണ് ആക്രമിക്കുന്നത്. ദുബായിലും വരുന്നുണ്ട് ആക്രമണം. ദുബായിലെ യുഎയിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 5 തവണയാണ് കുവൈറ്റ് വിമാനത്താവളം ആക്രമിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളികൾക്കും ഏറ്റവും കൂടുതൽ ശമ്പളവും മറ്റും ഒക്കെ കൊടുക്കുന്ന, ഒരുപാട് കൺസ്ട്രക്ഷൻ രംഗത്താണെങ്കിൽ എണ്ണയുടെ രംഗത്താണെങ്കിലുള്ള രാജ്യമാണ് കുവൈറ്റ് എന്ന് പറയുന്നത്. കുവൈറ്റിലെ വിമാനത്താവളം ഏതാണ്ട് സമ്പൂർണ്ണമായിട്ട് തീർത്തു എന്നാണ് വിദേശ മാധ്യമങ്ങളൊക്കെ പറയുന്നത്. 5 തവണ വെച്ച് അതിന്റെ നെറ്റ്വർക്ക് അടക്കം, അതിന്റെ കംപ്ലീറ്റ് ഏരിയൽ എയർ സിസ്റ്റം അടക്കം അവരെ അടിച്ചു കളഞ്ഞിരിക്കുന്നതാണ് പറയുന്നത്. എണ്ണ ചുറ്റുമായിട്ട് സ്ഥാപിച്ചിരുന്ന ഏവിയേഷൻ ഫ്യൂവൽ ടാങ്കറുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടില്ലേ, എണ്ണയുടെ വില കയറി പോകുന്നത് പോക്കുകയാണ്. നമ്മളിപ്പം ഇപ്പോഴ് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്ന 2 60,000 രൂപയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഏതാണ്ട് ഡബിൾ ചെയ്തിരിക്കുക. 10,000 ഏതാണ്ട് 60,000 രൂപയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ചില വേരിയേഷൻ ഉണ്ടാകാം, ചില സീസണൽ വേരിയേഷൻ ഉണ്ടാകാം കേട്ടോ. അതുകൊണ്ട് എല്ലാം പറഞ്ഞു ഏതാണ്ട് 60,000 രൂപയായി. ഇത് 1 ലക്ഷത്തിലേക്ക് പോകാൻ താമസമില്ലെന്നാണ് പറയുന്നത്. കാരണം ഏവിയേഷൻ ഫ്യൂവൽ അത്ര വില പെടുത്താട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ യുദ്ധം അതിന്റെ ക്ലൈമാക്സിലേക്ക് മാറിയിരിക്കുകയാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. നമ്മൾ സമാധാനം പുലരുന്ന ഒരു ലോകത്തിന് വേണ്ടി കൊതിക്കാം, അല്ലെ? നമുക്കെല്ലാം ആഗ്രഹം അതുകൊണ്ടാണ്. കാരണം നമ്മുടെ മത്സ്യങ്ങളാണ് അവിടെ കിടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്ക ഇസ്രായേലിന് ഓരോ ഭാഗത്തിരുന്ന് യുദ്ധം ചെയ്താൽ മതി. ഇറാനെ സംബന്ധിച്ച് നമ്മുടെ സഹോദരങ്ങളാണ് ഇതിന്റെ നടുക്ക് പെട്ട് കിടക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും നടുക്ക് വന്ന് വീണ് കിടക്കുന്നത് നമുക്കാണ്, നമ്മുടെ സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ യുദ്ധം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കട്ടെ.
തീർച്ചയായിട്ടും നമ്മുടെ ഓരോ നിമിഷങ്ങളിലുമുള്ള ഓരോ ആളുകളുടെ പ്രാർത്ഥന അത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുക തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അവസാനിച്ചുകൊണ്ട് സമാധാനം പുലരട്ടെ.